ഹലോ, എല്ലാവർക്കും നമസ്കാരം. എന്താ ചൂടല്ലേ? അപ്പോൾ ഈ ഒരു ചൂട് കാലത്ത് ഇത്തിരി ആശ്വാസം പകരാനായി വീട്ടിലുള്ള മൂന്നേ മൂന്ന് ചേരുവകൾ കൊണ്ട് ഒരു അടിപൊളി പുഡിങ് തയ്യാറാക്കിയാലോ? എന്നാൽ അതിനായിട്ട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം വലിപ്പമുള്ള തേങ്ങയാണ്. ആദ്യം നമുക്കിതൊന്ന് ചിരകിയെടുത്തതിന് ശേഷം ഒരു ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ ചിരകിയ തേങ്ങയെല്ലാം ഈ ജാറിലേക്ക് മാറ്റി കഴിഞ്ഞ് ഇനി നമുക്കിതിലേക്ക് ഒന്നെങ്കിൽ 200 ml അളവിൽ തേങ്ങാവെള്ളം ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ അതേ അളവിൽ തന്നെ വെള്ളം ചേർത്ത് കൊടുക്കുക. ഇനി ഒരുപക്ഷെ തേങ്ങ വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിലും അതിന് പകരം കുറച്ച് വെള്ളവും കൂടി അഡ്ജസ്റ്റ് ചെയ്ത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഈ തേങ്ങാ വെള്ളവും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് അരിച്ചെടുക്കാം. ഇങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഒരു കോട്ടൺ തുണി ഉണ്ടെങ്കിൽ അതിലേക്ക് ഒഴിച്ച് പിഴിഞ്ഞെടുക്കുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഞാനിവിടെ അരിച്ചെടുക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ഈ തേങ്ങാപ്പാലെല്ലാം അരിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇതിലേക്ക് 15 ml ടേബിൾ സ്പൂണിൽ 1.5 ടേബിൾ സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഇട്ട് കൊടുക്കുക. ഒരു കാര്യം, ഇവിടെ നമ്മൾ ഒരല്പം കട്ടിയോട് കൂടിയാണ് ഈ തേങ്ങാപ്പാൽ എടുത്ത് വെച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ലൂസാക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ അങ്ങനെയാണെങ്കിൽ തന്നെയും നമ്മൾ ഈ അധികമായി ചേർത്ത് കൊടുക്കുന്ന വെള്ളത്തോടൊപ്പം തന്നെ കോൺഫ്ലോറും കൂടുതലായി ചേർത്ത് കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെ ഇവിടെ ഇപ്പോൾ ഈ തേങ്ങാപ്പാലും കോൺഫ്ലോറും എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിലേക്ക് ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിട്ട് തുടരെ ഇളക്കി കുറുക്കിയെടുക്കാം. ഒരു കാര്യം, വളരെ ശ്രദ്ധയോടുകൂടി വേണം നമുക്കിത് കറക്റ്റ് പാകത്തിന് കുറുക്കിയെടുക്കാൻ. കാരണം കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കുറുകി വരാനും ചിലപ്പോൾ കട്ട പിടിച്ചു പോകാനുമുള്ള സാധ്യതയുണ്ട്. അത് ഒഴിവാക്കാനായിട്ടാണ് തുടരെ ഇളക്കി കൊടുക്കണം എന്ന് പറയുന്നത് കേട്ടോ. അങ്ങനെ ഇവിടെ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഇതൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അവസരത്തിൽ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ, ഉദ്ദേശം 50 ഗ്രാം പഞ്ചസാരയാണ്, അത് ചേർത്ത് ഇളക്കാം. ഈ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ വലിയ മധുരമൊന്നും കാണുകയില്ല. ഏകദേശം ഒരു മീഡിയം മധുരം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മധുരം നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമുണ്ടോ അതിനനുസരിച്ച് വേണം പഞ്ചസാര ചേർത്ത് കൊടുക്കാൻ. ഇവിടെ ഇപ്പോൾ പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഒരു കാര്യം, നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ട് വേണം പഞ്ചസാര ചേർത്ത് ഇളക്കാൻ. അങ്ങനെ ഇവിടെ ഈ പഞ്ചസാരയും കൂടി ചേർത്ത് ഇളക്കിയതിന് ശേഷം പുഡിങ്ങിൻ്റെ പാകം കറക്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം ഈ കാണുന്നത് പോലെ തീരെ കട്ടിയുമല്ല അതുപോലെ തീരെ ലൂസുമല്ലാത്ത തരത്തിൽ വേണം നമുക്കിത് തയ്യാർ ചെയ്തെടുക്കാൻ. അങ്ങനെ ഇതൊന്ന് ശരിയാക്കി എടുത്തു കഴിഞ്ഞാൽ ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് മാറ്റി വയ്ക്കാം. ചൂടാറി കഴിയുമ്പോഴേക്കും ഫ്രിഡ്ജിൽ കുറഞ്ഞതൊരു 1-2 മണിക്കൂർ വയ്ക്കുക. ഇതിപ്പോൾ 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്തതാണ് കേട്ടോ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ എത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലൊക്കെ ഉള്ള ചേരുവകൾ കൊണ്ട് തന്നെ തയ്യാറാക്കി എടുക്കാവുന്ന ഒരു അടിപൊളി പുഡിങ്ങാണ്. ചൂട് സമയമായതുകൊണ്ട് തന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ഒരു കിഡിലൻ ഐറ്റവും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക. നന്ദി, നമസ്കാരം.